എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 29-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. ഓം ആദിപരാശക്തിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 29. കിരീടം വൈരിഞ്ചം പരിഹരപുര കൈഡഭഭിത കഠോരേ കോടീരേ സ്കലസി ജഹി ജംഭാരി മകുടം പ്രനമ്രേഷ്വേ തേഷു പ്രസവമുപായ തസ്യ ഭവനം ഭവസ്യാം അഭ്യുത്ഥാനെ തവ പരിജനോക്തിർ വിജയതേ. കിരീടം വൈരിഞ്ചം പരിഹര പുരഃ കൈഡഭ പിത കഠോരേ കോടീരേ സ്കലസി ജഹി ജംഭാരി മകുടം പ്രനമ്രേഷു ഏതേഷു പ്രസവം ഉപയാതസ്യ ഭവനം ഭവസ്യ അഭ്യുത്ഥാനെ തവ പരിജനോക്തി വിജയതേ. അല്ലയോ മഹാദേവി, അഗ്രഭാഗത്തിൽ ബ്രഹ്മദേവൻ്റെ കിരീടത്തെ പരിഹരിച്ചാലും മഹാവിഷ്ണുവിൻ്റെ കഠിനമായ കിരീടത്തിൻ്റെ അറ്റത്ത് നിന്ദ്രിവഴിയുടെ പാദങ്ങൾ തട്ടുന്നു. ദേവേന്ദ്രൻ്റെ കിരീടത്തെ പരിത്യജിക്കണമേ എന്നിപ്രകാരം ഈ ബ്രഹ്മ വിഷ്ണു മഹേന്ദ്രന്മാർ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭവനത്തിലേക്ക് വരുന്ന പരമേശ്വരന് അഭിമുഖമായി നിന്തിരുവടി പെട്ടെന്ന് ഉത്ഥാനം ചെയ്തപ്പോൾ അവിടുത്തെ സേവകജനങ്ങളുടെ വാക്കുകളാണിതൊക്കെ. അപ്പോൾ ഇവിടെ ഒരവസരത്തിൽ പരമേശ്വരൻ ദേവീ ഭവനത്തിലേക്ക് വന്നപ്പോൾ, അതായത് ദേവിയെ കാണാനായിട്ട് പതിയായ പരമശിവൻ വന്നപ്പോൾ പെട്ടെന്ന് ശ്രീദേവി എതിരേൽക്കുന്നതായി സിംഹാസനത്തിൽ നിന്നും എതിരേൽക്കാനായിട്ട്, അതായത് ഭർത്താവ് വരുന്ന കണ്ടപ്പോൾ ഭാര്യയെ പെട്ടെന്ന് എഴുന്നേൽക്കുകയാണ്. എഴുന്നേൽക്കാൻ ഭാവിച്ചപ്പോൾ ഉടനെ തന്നെ ദേവിയുടെ സേവകജനങ്ങൾ പറഞ്ഞു, പരിചാരകർ പറഞ്ഞു, മുൻഭാഗത്ത്. അപ്പോൾ എന്താണ് ഇവിടെ ബ്രഹ്മാവും വിഷ്ണുവും ഇന്ദ്രനും ഒക്കെ ദേവിയുടെ പാതാരവിന്ദങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ത്രിപുരസുന്ദരിയുടെ വിഷ്ണുവാദികൾ മഹാത്രിപുരസുന്ദരിയുടെ പാതാരവിന്ദത്തിൽ സദാ നമസ്കരിച്ച് കിടക്കുന്നവരാണ്. ഒരവസരത്തിൽ പരമേശ്വരൻ ദേവീ ഭവനത്തിലേക്ക് വന്നപ്പോൾ പെട്ടെന്ന് ശ്രീദേവി എതിരേൽക്കുന്നതിനായി സിംഹാസനത്തിൽ നിന്നും എഴുന്നേൽക്കാൻ ഭാവിച്ചു. അതായത് ഇവിടെ നേരത്തെ പറഞ്ഞു, എപ്പോഴും ഈ ദേവന്മാരെല്ലാം മഹാദേവിയുടെ കാൽക്കൽ പാതാരവിന്ദത്തിൽ സദാ നമസ്കരിച്ചുകൊണ്ട് കിടക്കുന്നവരാണ്. അപ്പോൾ ഒരവസരത്തിൽ പരമേശ്വരൻ ദേവിയെ കാണാനായിട്ട് വന്നപ്പോൾ പെട്ടെന്ന് ദേവി എന്ത് ചെയ്തു, പതിയെ എതിരേൽക്കാനായിട്ട് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ ഭാവിച്ചു. അപ്പോൾ ഉടനെ തന്നെ സേവകജനങ്ങൾ പറഞ്ഞു, മുൻഭാഗത്ത് പാതാരവിന്ദങ്ങളെ എടുത്തു വയ്ക്കാൻ ഭാവിക്കുന്ന സ്ഥലത്തുള്ള ബ്രഹ്മാവിൻ്റെ കിരീടത്തെ വിട്ടൊഴിയണേ. എന്ന് വെച്ചാൽ ബ്രഹ്മാവിൻ്റെ കിരീടത്തെ ചവിട്ടരുതേ. ദേവി പാദങ്ങളെ സ്വല്പം മാറ്റി നടക്കാൻ തുടങ്ങി. അവിടെ മഹാവിഷ്ണുവിൻ്റെ കഠിനമായ കിരീടാഗ്രത്തിൽ നിന്തിരുവഴിയുടെ പാദങ്ങൾ ഇടറുന്നുവല്ലോ. അപ്പോൾ എന്തോ വേണം, അവിടെ തൊട്ടടുത്ത് തന്നെ മഹാവിഷ്ണുവിൻ്റെ കിരീടമുണ്ട്, രത്നങ്ങൾ പതിച്ച കിരീടമാണ്. അപ്പോൾ പാദങ്ങളെ കുറച്ചും കൂടി മാറ്റി, പിന്നെ അവിടെ ദേവേന്ദ്രൻ്റെ കിരീടത്തെ മാറ്റി ചവിട്ടിയതെന്ന് വെച്ചാൽ എന്നും അഖിലലോക നായികയായ ആ ദേവി സദാ സകല ദേവന്മാരും പ്രണമിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് അർത്ഥം. എന്ന് വെച്ചാൽ ദേവി എന്താണ്, അറിയാതെ പോലും ഇവരുടെ ഒന്നും കിരീടത്തിൽ തട്ടിപ്പോകരുത് എന്ന് ഈ പരിചാരക വൃന്ദം ദേവിയോട് പറയുകയാണ്. ദേവി ഒരവസരത്തിൽ പരമേശ്വരൻ ദേവിയെ കാണാനായിട്ട് വന്നു. ആ സമയത്തൊക്കെ സദാസമയം ബ്രഹ്മ വിഷ്ണു ഇന്ദ്രാദികൾ തുടങ്ങിയ ബ്രഹ്മ വിഷ്ണു ദേവേന്ദ്രന്മാരൊക്കെ ഈ ദേവിയെ സർവ്വ ദേവന്മാരും ദേവിയുടെ കാൽക്കൽ പ്രണമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ശ്രീ മഹാദേവൻ ദേവിയെ കാണാനായിട്ട് വന്നത്. അപ്പോൾ ദേവി പെട്ടെന്ന് എഴുന്നേൽക്കുകയാണ്. സ്ഥലകാലബോധമൊക്കെ മറന്നിച്ച് ഭർത്താവിനെ കണ്ടപ്പോൾ എതിരേൽക്കാനായിട്ട് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ ഭാവിച്ചപ്പോൾ പരിചാരകർ പറയുകയാണ്, സൂക്ഷിക്കണേ, മുൻഭാഗത്ത് ബ്രഹ്മാവിൻ്റെ കിരീടമുണ്ട്, അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് വിഷ്ണുവിൻ്റെ കിരീടമുണ്ട്, അതിനപ്പുറത്ത് ഇന്ദ്രൻ്റെ ഉണ്ട്. അപ്പോൾ എല്ലാവരും
എല്ലാവരെയും ആരുടെയും കിരീടം ചവിട്ടരുതേ, ഒന്ന് സൂക്ഷിച്ചു വേണേ, പാദങ്ങളെ ഒന്ന് മാറ്റി വേണേ എന്ന് പരിചാരവൃന്ദം ദേവിയോട് പറഞ്ഞു. എന്ന് വെച്ചാൽ എന്താ, എല്ലാ ഈ പ്രപഞ്ചത്തിലെ സകല ദേവാദി ദേവന്മാരും ഈ ദേവിയുടെ കാൽക്കൽ സദാ പ്രണമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ദേവിക്ക് ചെയ്യുന്ന ഉപാസനകളും പൂജകളും മറ്റെല്ലാ ദേവീ ദേവന്മാർക്കും ഒരുപോലെയാണ്. അപ്പോൾ ദേവിക്ക് മാത്രം നമ്മൾ ചെയ്താൽ മതി, ബാക്കിയുള്ളവർക്കുമൊക്കെ അതിൻ്റെ ഫലം കിട്ടിക്കോളും. ഇപ്പോൾ നമ്മൾ പ്രത്യേകം ഓരോരുത്തരെയും പൂജിക്കേണ്ട കാര്യമില്ല, ഈ മഹാദേവിയെ മാത്രം പൂജ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. കിരീടം വൈരിഞ്ചം പരിഹരപുര കൈഡപിത കഠോരേ കോടീരേ സ്കലസി ജഹി ജംഭാരി മകുടം പ്രനമ്രേഷു പ്രസവമുപായതസ്യ ഭവനം ഭവസ്യാഭ്യുത്ഥാനേ തവ പരിജനോക്തിർവിജേതേ. എല്ലാവർക്കും മഹാദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.